സാർ എങ്ങനെയുണ്ട് 30th IFFK എങ്ങനെയുണ്ട്? 30th IFFK ഞാനൊരു 15 വർഷമായി സജീവമായിട്ട് IFFK പങ്കെടുക്കുന്ന ആളാണ്. ഒരു തവണ പോലും മിസ് ചെയ്തിട്ടില്ല. അതിൽ ഇത്തവണയാണ് ഞാൻ പടങ്ങൾ കാണുന്നതിൽ കുറച്ച് പുറകിലേക്ക് പോയത്. ബാക്കി എല്ലാ വർഷവും നമ്മൾ ചാർട്ട് ചെയ്തിട്ട് ഞാൻ ഗോവ ഫെസ്റ്റിവലിനും പോകാറുണ്ട്. ഈ പ്രാവശ്യം പോയിരുന്നു. അവിടെയും പടങ്ങൾ അത്ര സുഖമുണ്ടായില്ല ശരിക്കും പറഞ്ഞാൽ. കുറച്ചുകൂടെ നല്ല സെലക്ഷനും കുറച്ചുകൂടെ നല്ല പടങ്ങളും നമുക്ക് IFFKയിലാണ്, കേരളത്തിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാ വർഷത്തെ പോലെയും ഓരോ വർഷം കഴിയും തോറും പുതിയ തലമുറയുടെ കുട്ടികൾ നമ്മുടെ സിനിമ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ വളരെയധികം വരുന്നുണ്ട്. ഇത്തവണ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കുറേ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളെല്ലാം കഴിഞ്ഞ അതിൻ്റെയൊക്കെ മുന്നത്തവണ കുറച്ചുകൂടെ ആഘോഷങ്ങൾക്ക് പ്രാധാന്യവും സിനിമ കാണൽ കുറവായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നിയത് ഇപ്രാവശ്യം കുറച്ച് ആഘോഷങ്ങൾ കുറയുകയും വളരെ സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന കുറേ ഒരു യുവതലമുറ വരികയും ചെയ്യുന്നു. അതൊരു വളരെ പ്രതീക്ഷയുള്ള കാര്യമാണ്. നമ്മളൊക്കെ 25 വർഷമായി 27 വർഷമായി ശരിക്കും ഈ മീഡിയ നിൽക്കുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നെങ്കിലും പുതിയൊരു ജനറേഷൻ സിനിമയെ സ്നേഹിക്കുന്ന സീരിയസ് ആയിട്ട്, ആക്ച്വലി സിനിമ കൊമേഴ്ഷ്യൽ മൂവീസ് അതൊരു വ്യവസായത്തിൻ്റെ ഭാഗമാണെങ്കിലും ഇത്തരം പടങ്ങൾ അക്കാഡമിക് മൂവീസ് കാണാനും പഠിക്കാനും വളരെ പാർട്ടിസിപ്പേഷൻ കൂടുന്നറിയുന്നതിൽ സന്തോഷം. അപ്പോൾ അതുകൊണ്ട് വരും വർഷങ്ങളിൽ നമ്മൾ ഇതിനേക്കാൾ കൂടുതൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. സാർ, ഇപ്പോൾ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് സിനിമകളെ പ്രദർശനത്തിന് അനുമതി കൊടുത്തിരുന്നില്ല, റെസ്ട്രിക്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ ആ സിനിമകൾ തടഞ്ഞു വെച്ചതിനെ പറ്റി എന്താ അഭിപ്രായം? ശരിക്കും സിനിമകൾ ഇപ്പോൾ ഗോവൻ ഫെസ്റ്റിവലിൽ ചെന്നപ്പോഴും നമുക്കത് ബോധ്യപ്പെട്ടു. അവിടെ അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. കാരണം അത് കേന്ദ്ര ഗവൺമെൻറ്റുമായി അഫിലിയേറ്റ് ചെയ്യുന്ന അവരുടെ ഗവൺമെൻറ്റാണ് ഭരിക്കുന്നതുള്ളതുകൊണ്ട് അവിടെ ഒരു പ്രൊട്ടസ്റ്റോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ IFFKയെ സംബന്ധിച്ച് ഇവിടെ രാഷ്ട്രീയ ജാതി മത വർണ്ണഭേദമില്ലാതെ സിനിമയെ സ്നേഹിക്കുന്ന ഒരു വലിയ സമൂഹമാണ് കേരളത്തിലുള്ളത്. എല്ലാ കാലത്തും ലോകത്തെവിടെ ചെന്നാലും മലയാളികൾ എങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മുടെ ഉദ്ഘാടന വേദിയിലും നമുക്ക് മനസ്സിലായി, നമ്മുടെ പാലസ്തീൻ്റെ ഒരു പടം അല്ലെങ്കിൽ പാലസ്തീൻ അംബാസഡർ പ്രസംഗിക്കുമ്പം എഴുന്നേറ്റ് നിന്നിട്ടാണ് കേരള ജനത ഒന്നടങ്കം. നമുക്കത് പറയുമ്പോൾ രോമാഞ്ചം ഉണ്ടാവും, കരഘോഷം മുടക്കിയത്. എവിടെയാണോ അന്യായം അത് എതിർക്കുകയും എവിടെയാണോ ന്യായം അവിടെ സപ്പോർട്ടും ചെയ്യുന്ന ഒരു വിഭാഗമാണ് മലയാളി. അപ്പോൾ ആ മലയാളി എന്നുള്ള നിലയിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇപ്പം നമുക്കിവിടെ ഒരുപാട് പടങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്തു, പക്ഷേ ഗവൺമെൻറ് ശക്തമായി ഇതിനെ ഒപ്പോസ് ചെയ്തു. കാണിക്കരുതെന്ന് പറഞ്ഞ പടങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരത്തിലൊക്കെ വരുമ്പോൾ ഇനിയുള്ള കാലത്തും ആവിഷ്കാര സ്വാതന്ത്ര്യം തടയുന്ന ഒരു പരിപാടി കേരളത്തിൽ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ ജനത വളരെ പ്രബുദ്ധരാണ്. അവരതിനെ ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇനി ഇത്തരം തടച്ചിലുണ്ടായാൽ കൂടുതൽ ആർജവത്തോടെ കൂടുതൽ ഉത്സാഹത്തോടെ പടങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള എന്താ പറയുക ഒരു ഊർജ്ജവും ഗവൺമെൻറ്റിനുണ്ടാവും, അതുപോലെ ജനങ്ങൾക്കും സിനിമ ആസ്വാദകർക്കും ഉണ്ടാവും. അതിനാരും ഇവിടെ കണ്ടില്ല. ഇവിടെ നമുക്ക് പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നല്ലോ, സജീവമായ പ്രൊട്ടസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി വരും കാലങ്ങളിൽ അങ്ങനെ നമുക്ക് ഇന്ത്യയിലെ വേറെ ഏത് സംസ്ഥാനത്ത് നടന്നാലും അത് കേരളത്തിൽ സംഭവിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ട്.